പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ ഇപ്പോൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ തൃശ്ശൂരിൽ 2 വയസ്സുള്ള കുട്ടിക്ക് പാമ്പുകടിയേറ്റു. അത് ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയുകയുണ്ടായി. പാമ്പുകളെ പറ്റി എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല, എങ്കിലും പലരുടേതും കേട്ടും വായിച്ചും മനസ്സിലാക്കി ഒന്നുകൊണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വളരെ പ്രയാസം നിറഞ്ഞ ഈ പല മരണങ്ങളും പാമ്പുകളേറ്റ് ഒത്തിരി മരണങ്ങളുണ്ടാകുന്നുണ്ട്. നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. നമുക്ക് ജാഗ്രതയാണ് ആവശ്യം, ഭയമല്ല. പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ അത് പൂർണ്ണമായിട്ട് ചെയ്തേ പറ്റൂ. ഒന്ന്, നമ്മുടെ ജനലും വാതിലുകളും അനാവശ്യമായി തുറന്നിടാതിരിക്കുക. ചെടിച്ചട്ടികൾ കഴിയുന്ന വീടിനോട് ചേർത്ത് വയ്ക്കാതിരിക്കുക. അതോടെ ചില മരത്തിലെ ചില്ലുകൾ ജനലുകളിലേക്കും ഒക്കെ ചാഞ്ഞു നിൽക്കാറുണ്ട്. അത് വെട്ടിമാറ്റണം. ഇപ്പോൾ ഒന്നാമത്തെ നിലയിൽ പാമ്പ് കയറി എന്നൊക്കെ പറയുന്നുണ്ട്. താഴെ കണ്ടിലെ മുകളിലാണ്, ഒന്നാമത്തെ നിലയിലാണ് പാമ്പ് കയറി. അത് ഈ മരത്തെ കൂടെ കയറിയാണ് നമ്മളെ മുറിക്കകത്ത് കയറുന്നത്. അപ്പം അങ്ങനെയൊക്കെ കയറാതിരിക്കാണ്ട് ഈ ചില്ലകൾ വെട്ടിക്കളയുന്നത് നല്ലതാണ്. കാരണം പാമ്പ് ജനലിൽ കൂടെ മുറിക്കുള്ളിലേക്ക് കടക്കത്തില്ല. അതുപോലെ നമ്മളെ ശുചിമുറികളിലെ പൈപ്പുകൾ, കുഴലുകൾ പുറത്തേക്കുള്ള അത് നമ്മൾ ഒന്നുകിൽ എന്തെങ്കിലും വെച്ച് അടച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ പാമ്പുകൾ അതിനകത്തോട്ട് പ്രവേശിക്കാതിരിക്കാനുള്ള മറ്റുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യണം. ഷൂ റാക്കുകൾ, അതുപോലെ ദിവസങ്ങളായിട്ട് എടുക്കാതെ ഇട്ടിരിക്കുന്ന വാഹനങ്ങൾ മൂടിയൊക്കെ ഇട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ അതുങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്ന് അവർക്ക് വളരെ സേഫ് സോണാണ് ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പെട്ടെന്ന് ചെല്ലാത്ത ഭാഗങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ പരിസരങ്ങൾ നമ്മൾ വൃത്തിയാക്കിയിടണം. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, അടുക്കളയിലൊക്കെ നമ്മൾ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഈ പാത്രത്തിലുള്ള മീൻമുള്ളും മറ്റുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വലിച്ചെറിയുന്നൊരു സ്വഭാവം. ഇത് അതായത് മുറ്റത്തൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഇതുങ്ങൾ ഈ മണം കിട്ടി ഇവിടെ വരും. അതിൻ്റെ അതുകൾ അവിടെ ഉള്ളിലേക്ക് കൂടും. അതൊക്കെ പിന്നെ നമുക്ക് വാതിലും കൂടെ തുറന്നിരിക്കുവാണെങ്കിൽ അതുകൾ ഉള്ളിലേക്ക് കടക്കും, നമ്മൾ അറിയില്ല. അതിൻ്റെ ഏതെങ്കിലും കോർണറിലൊക്കെ പാത്തിരിക്കും. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതുകൾ നമ്മളെ ഉപദ്രവിക്കും, കടിക്കും. അങ്ങനെയൊക്കെയാണ് മരണം കൂടുതലുണ്ടാവുന്നത്. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ പിടിക്കാനോ തല്ലിക്കൊല്ലാനോ ഒന്നും പോകരുത്. കേരള വന്യജീവി വകുപ്പിൽ സർപ്പ ടീമുണ്ട്. അവരെ അറിയിക്കുകയാണെങ്കിൽ അവരെ അതിനെ വന്ന് റെസ്ക്യൂ ചെയ്തോളും. ഇതിൻ്റെ ഒരു ആപ്പുണ്ട്, സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാലും മതി. അതൊരു വലിയ ടീമാണ്. ആ ടീം വന്ന് ഇതിനെ പിടിച്ചോണ്ട് പോയിക്കോളും. അതുപോലെ തന്നെ ഈ പാമ്പുകൾക്ക് ചില മണങ്ങൾ ഇഷ്ടമില്ല. സൾഫറിൻ്റെ മണം പാമ്പുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ സൾഫർ മേടിക്കാൻ കിട്ടുമായിരിക്കും. ആ സൾഫർ മേടിച്ചിട്ട് വെള്ളത്തിൽ കലക്കി വീടിന് ചുറ്റും തളിക്കുന്നതോ, മണ്ണെണ്ണ തളിക്കുന്നതോ, വില്ലാഗിരി തളിക്കുന്നതോ, ഇല്ല ചിലർ പറയാറുണ്ട് വെളുത്തുള്ളി ചതച്ച് മണലിനകത്തൊക്കെ ചേർത്ത് ഇട്ടാൽ നമുക്ക് അറിയാവുന്ന പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മളൊരിക്കലും ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ജാഗ്രതയായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നാൽ ഇതുപോലുള്ള മരണങ്ങളും പ്രയാസങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കുക. അല്ലാതെ പാമ്പിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ബഹളം വെച്ച് നമ്മൾ പാനിക്കാകാതിരിക്കുക. ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചാൽ മതി, അവർ വരും. നിങ്ങൾ ഈ സർപ്പ ടീമിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഏത് സമയത്ത് വേണം അവരെ വിളിച്ചാൽ അവർ വരും. വളരെ ഗൗരവകരമായി തന്നെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ചൂടുകാലം ഈ പാമ്പുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് കാരണം അതുങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് മാറും. കഴിയുന്നതും ഈ പറഞ്ഞ പോലെ നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കിയിടുക. വീടിനോട് ചേർന്ന് ഒരു സാധനങ്ങളും വയ്ക്കാതിരിക്കുക. ജനലും വാതിലും അടച്ചിടുക. നമ്മൾ രാത്രി കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇതുങ്ങൾ വളരെ നമ്മൾ സൂക്ഷിക്കണം. ഈ മെത്തക്കടിയിലും തലണിക്കടിയിലൊക്കെ പാമ്പുകൾ കയറി ഇരിക്കാൻ വളരെ സാധ്യതയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഓരോ ദിവസങ്ങളും മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക.